ചവിട്ടി നിന്നിട്ട് എല്ലൊടിക്കും. വെങ്ങളാണത്രേ. നാണമില്ല നിനക്ക്. എനിക്ക് മാപ്പ് തരുത്തേട്ടാ. മാപ്പ് മിണ്ടിപ്പോകരുത്. സരസു, എന്താ ഇത്? അറിഞ്ഞില്ലല്ലേ? കുടുംബത്തിന് മാനക്കേട് വരുത്തി വെച്ചിട്ട് പട്ടിയെ പോലെ മോങ്ങുന്നു. എടി, എന്തുണ്ടായെന്ന് പറയാൻ. ഇവിടെ വേലയ്ക്കുന്നതിന് സമ്മാനം കൊള്ളാം. ഈ പെണ്ണ് ഗർഭിണിയാണ്. ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എടി, ഈ പറയുന്നത് നേരാണോ? ആരാടി അവൻ? ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മുതലാളി, നിങ്ങളുടെ ഉപ്പും ചോർന്നും എന്റെ കൂലി എനിക്ക് കിട്ടി. എടീ, കണ്ടവനോട് അഴിഞ്ഞാടി നടന്ന് അന്തസ്സുണ്ട് അവമാനിച്ചാലുണ്ടല്ലോ. ദേ, ഒരു കാര്യം, എന്നോട് കളിച്ചാൽ നീ എന്താ ഭീഷണിപ്പെടുത്തിയാണ്? സംശയമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കണം. എടീ, സത്യം പറഞ്ഞോണം, അല്ല കൊന്നുകൾ തന്നെയാൻ. അത് മുതലാളി, കുഞ്ഞാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ല? ഇതിന് തെളിവില്ല. ഉണ്ട്, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? ജസ്റ്റ് എ മിനിറ്റ്. സരസു, നിന്നെ ആരെങ്കിലും തല്ലിയോ? കരയാതെ കരയാതെ. ഇതാ ഇതാ നോക്കൂ. അമ്മേ, അമ്മേ, ഞാനും സരസുവും കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടോ അമ്മേ? ലക്ഷ്മി, ഫോട്ടോ കാണിച്ചതാണോ അമ്മ എന്നെ അടിച്ചത്? പറഞ്ഞത് എന്താ കാര്യം? മുതലാളി പറഞ്ഞ പ്രകാരം ആ ലോഡ് ഇറക്കി. ഇനി വൈകുന്നേരം വൈകുന്നേരം ഇട്ട് വേണ്ട, നാളെ വന്നാ മതി. ശരി, പൊയ്ക്കോ. എനിക്ക് അർജന്റ് ചില കാര്യങ്ങളുണ്ട്. നീ പൊയ്ക്കോ. മിസ്റ്റർ തമ്പി, ഇതൊരു സീരിയസ് കേസാണ്. ഇതിൽ പരം സീരിയസ് ആയ ഒരു കേസുണ്ടോ? ഗർഭ സത്യാഗ്രഹം. ഇത് നിങ്ങളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അങ്ങനെ പ്രസ്റ്റേജിന്റെ പ്രശ്നം മാത്രമല്ല, എന്റെ പ്രശ്നമാണ്, എന്റെ രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ്, എന്റെ മണ്ഡലത്തിന്റെ പ്രശ്നമാണ്. തന്റെ തല മണ്ടയുടെ പ്രശ്നമാണ്. മിസ്റ്റർ സ്റ്റീഫൻ, പണം കൊടുത്ത് ഒതുക്കാമെന്ന് വെച്ചാൽ ആ വേല കയ്യിലിരിക്കട്ടെ. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതിന് കുഞ്ഞല്ലോ ചെയ്തത്, അതോ ആണോ? മിണ്ടല്ലോ. മഫനാണെങ്കിലും ഇവൻ ഇത്ര കേവലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മുൻ ബുദ്ധി ഉറക്കാത്ത ചെറുക്കന്. ബുദ്ധി ഉറച്ചിട്ടില്ലെങ്കിലും മറ്റു ചിലത് ഉറച്ചിട്ടുണ്ട്. എനിക്ക് തർക്കിക്കാൻ നേരമില്ല. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ചെമ്പ, നീ ഒന്നും പറയണ്ട, തീരുമാനം അറിഞ്ഞാൽ മതി. ഇനി എന്ത് ചെയ്യും മിസ്റ്റർ സ്റ്റീഫൻ? ആ ഒറ്റക്കാരൻ ഇതറിഞ്ഞാൽ, തൊഴിലാളികൾ ഇളകിയാൽ, പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പ്രശ്നമാകും. ഇത്രയും തെളിവുള്ള സ്ഥിതിക്ക് ഒരു പാവപ്പെട്ട പെണ്ണിനെ അനാഥയാക്കുന്നത് ശരിയല്ല. There's only one solution. But what is that? രഘു അവളെ കെട്ടട്ടെ. അമ്മേ, ഞാൻ സരസുവിനെ കല്യാണം കഴിക്കാൻ പോണു. സരസു, സരസു. സാധ്യമല്ല, ഞാൻ ചത്താലും സമ്മതിക്കില്ല. തറവാടിന്റെ മാനം കളഞ്ഞ് എനിക്ക് അവമാനം വരുത്തി പാവപ്പെട്ടൊരു പെണ്ണിനെ വഴിയാധാരമാക്കുന്നതോട് ഞാൻ യോജിക്കണമല്ലേ? തൊഴിലാളിയിൽ ഇതറിഞ്ഞാൽ, ഇളകി മറിഞ്ഞാൽ ആര് സമാധാനം പറയും? അഥവാ ഈ കേസ് കോടതിയിൽ പോയാൽ ആര് കൂട്ടിൽ കയറും? പറയണം. എന്താ നാലിറങ്ങിപ്പോയോ? പൊൻസൂചി ആയാലും കണ്ണിൽ കുത്തിയ കണ്ണ് പൊട്ടും. ഛേ,
മരിക്കുന്നത് കാണാനാണോ? അങ്ങറിയുന്നുണ്ടോ നമ്മുടെ മോന്റെ ഭാവി? കൊള്ളയടിക്കാനാണ് ഭാവമെങ്കിൽ അത് കഴിഞ്ഞു പോകുമ്പോ എന്നെ എന്റെ മോനെയും കൊന്നിട്ട് പോയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അമ്മേ, അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ വിശ്വസ്ത സേവകനായിരുന്ന ഡ്രൈവർ ശങ്കരപ്പിള്ളി അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അങ്ങേരുടെ മകനാണ് ഞാൻ. മോനെ, വേണു? അതെ അമ്മേ, വേണു തന്നെ. അമ്മയമ്മേ, എനിക്കിത് അമ്മ മുട്ടായി. അത് കൊള്ളാം. എന്നാച്ചാ മുട്ടായി? എന്താ മോനെ? മോൻ കഴിച്ചു? എന്നാ അങ്കിൾ? എന്റെ മോൻ കഴിച്ചു. മിഠായിക്ക് പോയി കളി. അമ്മേ, എന്നാ അമ്മയ്ക്ക് മിഠായി. ലക്ഷ്മിക്ക് മോനില്ലാത്ത ദുഃഖവും വേണുവിന് അമ്മയില്ലാത്ത ദുഃഖവും അറിയാതെ പോകുന്നത് ഇവിടെ നിന്റെ മോനുള്ളത് കൊണ്ടാണ്. ദൈവം അനുഗ്രഹിച്ച് എന്റെ മോന് ഒരു അനുജനോ അനുജത്തിയോ ഉണ്ടാകട്ടെ. മെല്ലെ. പതുക്കെ. മുതലാളി, എന്താ മത വിശേഷിച്ച്? അങ്ങനെയോ ഉടനെ എന്റെ കൂടെ വരണം. എന്താ കാര്യം? ഇൻകം ടാക്സിൽ കള്ളാസ് ഒപ്പിടാൻ അങ്ങ് മറന്നില്ലേ? ഓ, അത് പിന്നെ ആകാമല്ലോ. ലക്ഷ്മിക്ക് ഇത് 7ാം മാസമാണ്. ഡോക്ടർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. അയ്യോ, അതുകൊണ്ടല്ല, വന്നിരിക്കുന്നത് കമ്മീഷണറാ. സ്വഭാവം അങ്ങേക്ക് അറിയാമല്ലോ. അത് ശരിയാണ്. അയാൾ വലിയ കണിച്ചക്കാരനാ. കേട്ടോ ശങ്കര, എന്തോ? ലക്ഷ്മിയെ നേരെ ഡോക്ടർ വയറയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഞാൻ ഉടനെ വരാം. വരും. എന്തു പറ്റി? പെട്രോൾ തടസ്സമാണെന്ന് തോന്നുന്നു മുതലാളി. ഞാനൊന്ന് നോക്കിക്കോട്ടെ. മോനെ,
പാവി എന്നെ ഇട്ട് തീ തീറ്റുകയാണ്. ഒന്നും അറിയാത്ത എന്റെ മോനെ പന്ത് പോലെ ഇട്ട് തട്ടുന്നത് കാണുമ്പോ അമ്മ കരയരുത്. അവന്റെ താണ്ഡവം അവസാനിക്കാറായി. എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് അവനെ ഞാൻ വെറുതെ വിടൂല. അവനോട് പകരം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്.